ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള സ്ഥാനാരോഹണം അത് ജനുവരി 20-നായിരുന്നല്ലോ. അതേ തുടർന്ന് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അമേരിക്കയെ ഒന്നാമത്തെ രാഷ്ട്രമാക്കി മാറ്റാൻ, ഡോളറിനെ ഒന്നാമത്തെ കറൻസിയാക്കി മാറ്റാൻ, അമേരിക്കയെ ഗ്രേറ്റ് ആക്കി മാറ്റാൻ ഒക്കെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അതിനുവേണ്ടി കൈക്കൊണ്ട നടപടികൾ, എടുത്ത തീരുമാനങ്ങൾ പ്രശ്നമില്ല, പക്ഷെ എടുത്ത നടപടികൾ ആഗോള തലത്തിൽ ഓളം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു. അന്ന് മുതൽ തന്നെ ഏകദേശം ട്രംപ് പ്രസിഡൻ്റായി വരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ ലോക രാഷ്ട്രങ്ങൾ ലോക സമ്പദ്ഘടനയെപ്പറ്റി, അവനവൻ്റെ സമ്പദ്ഘടനയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. റഷ്യയും അതുപോലെ തന്നെ UAE-യും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ആഗോളതലത്തിൽ ഉൽപ്പാദനം വർദ്ധിച്ചതോടെ വില കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഡീസൽ പെട്രോൾ വില താഴ്ന്ന നിലവാരത്തിലേക്ക്, അതായത് $63 പെർ ബാരൽ എന്ന രീതിയിലേക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ $63 എന്ന നിലവാരത്തിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസം പെട്രോളിയം, അതായത് ക്രൂഡ് പെട്രോളിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നത്. ഒരു ബാരൽ എന്ന് പറയുന്നത് 159.8 ലിറ്ററാണ്. അപ്പം അത്രയും പെട്രോളിൻ്റെ വില $63 കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ വലിയ വിലക്കുറവ് കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടേണ്ട വിലക്കുറവ് ഇന്ത്യയിൽ നമുക്കും ലഭ്യമാകേണ്ടതാണ്. പക്ഷേ പകരം നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ $2 വീതം കൂട്ടുന്നു. കൂട്ടി അതിനുശേഷം അടുത്ത നടപടി എന്താണ്? പാചകവാതക വില $50 വർദ്ധിപ്പിക്കുന്നു. പാചകവാതക വില $50 വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയായി മാറുന്നു? ഇപ്പോൾ തിരുവനന്തപുരത്തെ വില തന്നെ നോക്കാം. തിരുവനന്തപുരത്ത് 812 രൂപയായിരുന്നു ഇതിനു മുൻപ്, ഇന്നലെ വരെയുള്ള വില. ആ വില ഇന്നലെ $50 വർദ്ധിപ്പിച്ചതോടുകൂടി 862 രൂപയായി മാറുന്നു. അതുപോലെ തന്നെ എറണാകുളത്താണെങ്കിൽ 810 രൂപയായിരുന്നു, അത് 860 മാറുന്നു. കോഴിക്കോട് 811.5 രൂപയായിരുന്നു, അത് 861.5 രൂപയായിട്ടും വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതായത് അന്താരാഷ്ട്ര ലെവലിൽ ക്രൂഡിൻ്റെ, എല്ലാത്തരം ക്രൂഡിൻ്റെയും വില കുറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ വില കുത്തനെ ഉയർത്തിയത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചേർത്ത് പിടിക്കൽ ആലോചിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ 2023 മാർച്ചിൽ എന്താണ് ചെയ്തത്? 1110 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. അതായത് പല ഘട്ടങ്ങളിലായിട്ട്, മാർച്ചിൽ മാത്രമല്ല, 2023 മാർച്ചിൽ നമ്മുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വില 1110 രൂപയായി. അതോടൊപ്പം തന്നെ ഓർമ്മിക്കേണ്ടത്, 2023 കഴിഞ്ഞാൽ 2024 വർഷമാണ്. 2024 പ്രത്യേകത നമുക്കറിയാമല്ലോ. അപ്പം 2019 ശേഷം, 2019 രണ്ടാമത് BJP ഗവൺമെൻറ് ഭരണത്തിൽ വരുന്ന ഇലക്ഷൻ. ആ ഇലക്ഷന് മുൻപ് ഒരുപാട് മാറ്റങ്ങൾ, അതായത് വളരെയേറെ സൗജന്യങ്ങൾ ആ ഇലക്ഷന് മുൻപ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ കൊടുത്തിരുന്നു. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും BJP ഗവൺമെൻറ് വരുന്നു. BJP ഗവൺമെൻറ് വന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ എന്നാണ്. അപ്പോൾ 2019 ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ പാചകവാതക വിലയും വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വർദ്ധിപ്പിച്ചാണ് 2023 മാർച്ച് ആകുമ്പോഴേക്ക്, അതായത് ഒരു ഭരണകാലം, ഒരു 5 വർഷ ഭരണകാലം പിന്നിട്ട് അടുത്ത ഇലക്ഷനിലേക്ക് പോകാൻ സമയത്താണ് അത് ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിയിരുന്നു. 2023 മാർച്ചിൽ 1110 രൂപയായി ഒരു ഗാർഹിക സിലിണ്ടറിൻ്റെ വില വർദ്ധിക്കുന്നു. പിന്നീട് വർദ്ധിച്ചില്ല. പിന്നീട് ഘട്ടം ഘട്ടമായി 2024 അത് കുറച്ച് കൊണ്ടുവന്ന് എവിടം വരെ എത്തിച്ചു? ഈ പറയപ്പെട്ട 812 രൂപ വരെ എന്ന സ്ഥിതിയിൽ എത്തിച്ചു.
അപ്പോൾ വീണ്ടും ഇലക്ഷനായി. ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഭരണം ഏകദേശം 1 വർഷമായിരിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് വീണ്ടും ഈ ഗാർഹിക സിലിണ്ടറുകളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഇനി ഇത് എത്ര വരെ പോകും? 1110 നിൽക്കുമോ അതോ അതിനു മുകളിലേക്ക് പോകുമോ എന്ന് നാം അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഗാർഹിക സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം UPA ഭരണകാലത്ത്, അതായത് ഇന്ത്യയിൽ എന്നൊക്കെ പാചകവാതക വിൽപ്പന നടത്തിയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ പാചകവാതക സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിച്ചിരുന്നു. ആ സബ്സിഡി ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കി കൊണ്ടുവരികയാണ്. നോക്കണം, നമ്മൾ BJP ഗവൺമെൻറ് വന്ന സമയത്ത് എത്രയായിരുന്നു പാചകവാതക സിലിണ്ടറിൻ്റെ വില? 400 രൂപയിൽ നിന്ന് പാചകവാതക സിലിണ്ടറിൻ്റെ വിലയാണ് ഇപ്പോൾ ഈ 862 രൂപയിലേക്ക് മാറിയിരിക്കുന്നത്. 812 ആയിരുന്നു, അത് ഈ 50 രൂപ ഇന്നലെ കൂട്ടി 862 രൂപയായിട്ട് മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ വിലയാണ് ഞാനീ പറഞ്ഞത്. അതുപോലെ 50 രൂപ കേരളത്തിലെല്ലായിടത്തും വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും 50 രൂപ വർദ്ധിച്ചിരിക്കുന്നു. അതാണ് അവസ്ഥ. 50 രൂപയാണല്ലോ ഇപ്പം ഇന്നലെ പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വർദ്ധിച്ചു എന്നത് മാത്രം, ഇത് സാർവത്രികമായ വർധനവാണ്. അതായത് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന UPA ഭരണകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന സബ്സിഡി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ അതിലും ഒരു എക്സെപ്ഷൻ പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭരണം തേടി മോദി ഗവൺമെൻറ് ഇറങ്ങുമ്പോൾ ഉജ്ജ്വൽ പദ്ധതി കൊണ്ടുവരുന്നു ഗവൺമെൻറ്. അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പാവപ്പെട്ട വീടുകളിൽ പാചക ഗ്യാസ് ഇല്ലെങ്കിൽ പകരമായിട്ട് വിറകും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ചാണകവരളി, ഉണക്കി വെച്ചിരിക്കുന്ന ചാണകം, അതാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ചാണകമാണെങ്കിലും വിറക് കത്തിക്കുന്നതാണെങ്കിലും അടുക്കളയിൽ ഈ അങ്ങനത്തെ അതിൻ്റെ പുക ഒക്കെ ശ്വസിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് രോഗസാധ്യതകളൊക്കെയുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാണ് പിന്നെ 500 രൂപയുടെ ഉജ്ജ്വൽ പദ്ധതി അനുസരിച്ച് ആ സ്കീമിലേക്ക് വരുന്നവർക്ക് ഒരു സിലിണ്ടറിന് 500 രൂപ എന്ന തോതിൽ കൊടുക്കുന്നു. 500 രൂപ എന്ന തോതിൽ കൊടുക്കുന്നത് അവർക്ക് ഈ 800 രൂപ കൊടുത്ത് അല്ലെങ്കിൽ സബ്സിഡി ഇല്ലാതെ ഉള്ള സിലിണ്ടറുകൾ വാങ്ങാനുള്ള നിവൃത്തിയില്ല, സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് അവരെ സഹായിക്കാനാണ് സബ്സിഡി ചേർത്ത് 500 രൂപയ്ക്ക്. അതായത് നമ്മളൊക്കെ 812 വാങ്ങിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഉജ്ജ്വൽ പദ്ധതിയിൽപ്പെട്ട വനിതകൾ 500 രൂപയ്ക്കാണ് സിലിണ്ടർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് അവർക്കും ആ 500 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചേർത്ത് പിടിക്കലൊക്കെ ഇലക്ഷൻ വരുന്ന കാലത്ത് മാത്രമേ ഗവൺമെൻറ്റിനുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ ചേർത്ത് പിടിക്കൽ, അതായത് ഇങ്ങനെ ഇത് ഏറ്റവും കൂടുതലായിട്ട് നടപ്പാക്കിയിരുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയെ എനിക്ക് ഓർമ്മയുണ്ട്, ജയലളിത. അതായത് TV സെറ്റ് മുതൽ എന്തൊക്കെ സമ്മാനങ്ങളായിരുന്നു വോട്ടേഴ്സിന് അവർ ഓഫർ ചെയ്തിരുന്നതും അങ്ങനെ അവർ ഭരണത്തിൽ വന്നിരുന്നതും. പക്ഷേ ഈ അടുത്ത നാൾ, ഒരു മാസം മുൻപ് സുപ്രീം കോടതി തന്നെ ഇതുപോലെയുള്ള ചേർത്ത് പിടിക്കലിനെതിരെ മുൻപോട്ട് വന്നിരുന്നു. അതായത് ഇത് ഡെമോക്രസിയെ ഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഈ തരത്തിലുള്ള ചേർത്ത് പിടിക്കൽ എന്ന് പറയും. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആ ഉദാഹരണങ്ങളിലേക്ക് എനിക്ക് പോകാൻ അധികം സമയമില്ല, എങ്കിലും ഞാൻ പറയാം. ഒരു ഉദാഹരണം കൂടി പറയാം. അതായത് ഈ രണ്ടാമത്തെ മോദി സർക്കാർ ഭരണം ഏറ്റെടുക്കണം, ഭരണത്തിലേക്ക് എത്തിപ്പിടിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ 19 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു, ഇന്ത്യയിലെ മുഴുവൻ ചെറുകിട കർഷകർക്ക്, അതായത് 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്കെല്ലാം 2000 രൂപ വെച്ച് 3 ഗഡുക്കൾ ഓരോ വർഷവും കൊടുക്കുമെന്ന്. അത് ഇലക്ഷന് തൊട്ട് മുൻപ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഡിക്ലറേഷനൊന്നും പിന്നെ പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. 2000 രൂപ വെച്ച് 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്ക്. അപ്പം അത് ഗവൺമെൻറ്റിന് അറിയാം, 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉള്ളവരാണ് ഇന്ത്യയിലെ 68% കർഷകരുമെന്ന്. അപ്പോൾ 68% കർഷകർക്ക് 2000 രൂപ വെച്ച് 3 ഗഡുക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുക എന്ന് വെച്ചാൽ ഈ 68% കർഷകരുടെയും വോട്ട് ഉറപ്പാക്കുക എന്നതിന് തുല്യമാണ്. അതിന് എവിടെ നിന്നാണ് അന്ന് പണം കണ്ടെത്തിയത് എന്നും കൂടി അറിയണം. അതാണ് ഏറ്റവും രസകരമായ കാര്യം.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് എപ്പോഴൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുവോ, എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം റിസർവ് ഫണ്ടിലേക്ക് മാറ്റും. ആ റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു എമർജൻസി ഉണ്ടായാൽ അപ്പോൾ, അതായത് ബാങ്കിന് എമർജൻസി ഉണ്ടായാൽ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ 1935 നമ്മുടെ സെൻട്രൽ ബാങ്ക് ഫോം ചെയ്യപ്പെട്ട കാലം മുതൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റിന്റെ പങ്ക്, പ്രോഫിറ്റ് സാധാരണ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറുകൾ മുഴുവനും കേന്ദ്ര ഗവൺമെന്റാണ് എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് മുഴുവനും പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റേണ്ട വിഹിതം മാത്രം അതിലേക്ക് പോകുന്നു. അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിരുന്ന ആ ഫണ്ട് 1,70,000 കോടി ഉണ്ടായിരുന്നു. ആ 1,70,000 കോടി നിർബന്ധമായി റിസർവ് ബാങ്കിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 2,000 കോടി വീതം കൊടുത്തത്. 2,000 രൂപ വീതം 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് കൊടുത്ത് അവരുടെ വോട്ട് ഉറപ്പാക്കിയത് എന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ആ ഓട്ടോണമസ് ബോഡിയെ നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സെൻട്രൽ ഗവൺമെന്റുകളും ഈ ഇലക്ഷനിൽ വോട്ട് നേടാൻ വേണ്ടി എന്തൊക്കെ തകൃതികൾ ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഒരു ഡയറക്റ്റീവ് വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്കുകളെ, അതായത് മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള സെൻട്രൽ ബാങ്കുകളെ കഴിയുന്നത്ര ഇൻഡിപെൻഡന്റ് ആക്കി നിർത്തണമെന്ന്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അനാവശ്യമായിട്ട് ഇടപെടാതെ ഇൻഡിപെൻഡന്റ് ആക്കി നിർത്തണമെന്നുള്ള ഒരു വിജ്ഞാപനം ഈ അടുത്തിടെ ഒരാഴ്ച മുൻപാണ് IMF പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയി നിർത്തേണ്ട ബാങ്കിൽ നിന്ന്, റിസർവ് ബാങ്കിൽ നിന്ന് പോലും റിസർവ് ഫണ്ട് മാറ്റിച്ച് ഇങ്ങനെ ഹാൻഡ് ഔട്ട്സ്, അതായത് പിന്നെ ഇലക്ഷന് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. അത് തെറ്റാണ് എന്ന് ആരാണ് ചൂണ്ടിക്കാണിക്കുക? അത് സുപ്രീം കോടതി തന്നെ. സുപ്രീം കോടതി അതിനെയല്ല പറയുന്നത്. പക്ഷെ ഇതുപോലെ ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളും ഹാൻഡ് ഔട്ട്സ് കൊടുത്ത് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത് നിശ്ചിതമായിട്ട് എതിർത്തിരുന്നു. ഒരു മാസം മുൻപാണ് ആ സുപ്രീം കോടതിയുടെ ആ കമന്റ്സ് പുറത്തു വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ വരാൻ സമയത്ത് ഗവൺമെന്റ് കൈ നിറയെ സഹായങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു. അത് കഴിഞ്ഞാലോ, ഇലക്ഷൻ കഴിഞ്ഞ് വേണ്ടത് നേടിക്കഴിഞ്ഞാലോ അതുപോലെ തന്നെ അവരുടെ തലയിലേക്ക് പാചക ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചായാലും മറ്റേതൊക്കെ തരത്തിലായാലും അവരെ ദ്രോഹിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ഗവൺമെന്റ് ആണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ 2023 1110 രൂപയിലേക്ക് ഇപ്പോഴത്തെ ഈ 852 രൂപയിൽ നിന്ന് 1110 അതിനു മുകളിലോ ഉള്ള ഒരു വിലയിലേക്ക് നാം പോയിക്കൂടുന്നില്ല എന്ന ഒരു ധാരണ മനസ്സിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ പാചകവാതകത്തിന്റെ കാര്യം തീർന്നു. അതായത് ഉജ്ജ്വൽ പദ്ധതി പ്രകാരം കിട്ടിയവരും 50 രൂപ കൊടുക്കേണ്ടി വന്നു, കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. സർവ്വസാധാരണക്കാരായ എല്ലാവരും 50 രൂപ കൊടുക്കേണ്ടി വരുന്നു. അത് അന്താരാഷ്ട്ര വിലയിൽ എല്ലാത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും, അതായത് ഗ്യാസ് ആയാലും മറ്റേത് തരത്തിലുള്ള ഉൽപ്പന്നം അതിൻ്റെയൊക്കെ വില കുറഞ്ഞിരിക്കുന്നു, ലഭ്യത കൂടിയിരിക്കുന്നു എന്ന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിലക്കയറ്റം ഇതിൽ, അതായത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ദ്രോഹിക്കുന്നത് ഒരു ജനകീയ ഗവൺമെന്റിന് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് അനുദിനം മൻ കി ബാത്തിലൂടെയും മറ്റും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന് എത്ര കണ്ട് ഭൂഷണമാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി അടുത്ത കാര്യം വളരെ പ്രധാനമായിട്ട് ഇന്നലെ തന്നെ സംഭവിച്ചത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില $63 കുറഞ്ഞിരിക്കുന്നു ഒരു ബാരലിന്. ആ സമയത്താണ് 2 രൂപ എക്സൈസ് തീരുവ, 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും ചാർത്തിയിരിക്കുന്നത്. അപ്പം ഈ ചാർത്തിയത് കൊണ്ട് വിലയൊന്നും വർദ്ധിക്കുകയില്ല എന്നാണ് അതായത് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര കണ്ട് വിശ്വസനീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പതുക്കെ നമുക്കത് നമ്മുടെ വില വർധനവിലൂടെ, അതായത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് ജനങ്ങളിലേക്ക് എത്തുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ സമസ്ത ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ സാധാരണ രീതിയിൽ വർധനവുണ്ടാകും. എന്തുകൊണ്ടാണ്? ഡീസൽ, പ്രത്യേകമായിട്ട് നമ്മൾ ഡീസൽ എടുക്കുക.
ഡീസൽ ഉപയോഗിച്ചാണ് പിന്നെ ചരക്ക് ഗതാഗതവും മനുഷ്യ ഗതാഗതവും ഒക്കെ പെട്രോളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വർധന ചരക്ക് ഗതാഗതത്തെ ബാധിക്കും, അതിന്റെ വർധനവ് ഉണ്ടാകും. ആ വർധനവ് വില വർധനവായിട്ട് ഓരോരുത്തരെയും ബാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഘടകം ഓരോരുത്തർക്കും ഉള്ള വരുമാനമാണ്. ആ വരുമാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘടകം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ്. കാരണം വരുമാനം എത്ര കുറഞ്ഞവനും ഉപയോഗ സാധനങ്ങളുടെ വില, അതായത് ഉപഭോക്തൃ വില, ആ ഉപഭോക്തൃ വില താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരം സാധ്യമാണ്. അതേ സമയത്ത് വരുമാനം കുറഞ്ഞവർക്ക് ഉപഭോക്തൃ വില സൂചികകൾ ഉയർന്നു നിന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. അവരുടെ ഒരു സാധാരണ മര്യാദയ്ക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്ക് അനുഭവഭേദ്യം അല്ലാതെയാകും. അതുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ ജീവിത നിലവാരത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ വരുമാനമാണ് എങ്കിൽ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് ഉപഭോക്തൃ വിലകളെ നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചിക. അതുകൊണ്ടാണ് അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഗവൺമെന്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. നമ്മളിപ്പോൾ ഓർത്തു പോകുന്നത് ആ പഴയ കാലത്തെ പറ്റിയാണ്. അതായത് 1973 നമ്മൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 1971 ആഗോള ഓയിൽ ക്രൈസിസ് ഉണ്ടായ ആ വർഷം. അപ്പോഴാണ് നമ്മൾ അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് മെക്കാനിസം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം നിലവിൽ വന്ന 1973 മുതൽ. എന്തായിരുന്നു അതിൻ്റെ ആധികാരികത? അതായത് അന്താരാഷ്ട്ര തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും ഇന്ത്യയിൽ അത് സബ്സിഡൈസ്ഡ് റേറ്റിൽ, അതായത് വലിയ വില കയറ്റമില്ലാത്ത രീതിയിൽ വിൽപ്പന ചെയ്യപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത നിലവാരം സൂചിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സൂചികയാണ് പെട്രോളിയം പ്രൈസസ്. അപ്പം പെട്രോളിയം പ്രൈസസ് വളരെയധികം ഉയർന്നു പോവുക എന്ന് വെച്ചാൽ പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ ദുരിതമായി തീരും എന്നുള്ളത് കൊണ്ട് ആണ് ഒന്നാമതായിട്ട് അങ്ങനെ. അതായത് ഗവൺമെന്റ് തന്നെ അബ്സോർബ് ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചാൽ ആ വർധനവിന്റെ ഭാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അബ്സോർബ് ചെയ്യുന്നു. അത് ബജറ്ററി പ്രൊവിഷനിലൂടെ ആയിരുന്നു. പിൽക്കാലത്ത് അതിനുവേണ്ടി ഒരുപാട് കടമെടുക്കേണ്ടിയും വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ അതിനാണ്, അതായത് ബജറ്ററി പ്രൊവിഷനിലൂടെ ഈ വിലക്കയറ്റത്തെ നിയന്ത്രിച്ചു നിർത്തി നിയന്ത്രിത വിലയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്ത് ലഭ്യമാക്കുന്ന ആ സമ്പ്രദായം, അതായിരുന്നു അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് മെക്കാനിസം പക്ഷേ ഒരു ബാധ്യതയായി മാറി ഈ 1990-കൾക്ക് ശേഷം, പ്രത്യേകിച്ച് 2000 ആണ്ടൊക്കെ ആകുമ്പോഴേക്ക്. അപ്പൊ 1998 വാജ്പേയി ഗവൺമെന്റ് എന്തുകൊണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം ഇനിയും തുടരണം എന്നൊരു ചിന്തയിലേക്ക് വരുന്നു. അങ്ങനെ ചിന്തയിലേക്ക് വന്നത് അത്ര വലിയ ഭാരമാണ് ഓരോ ബജറ്റിലും. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ബാരലിന് $140 വരെ വന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വലിയ ഭാരമാണ് കേന്ദ്ര ഗവൺമെന്റിന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ സബ്സിഡൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം വഴിയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമായി തീർന്നു. അപ്പോഴാണ് വാജ്പേയി ഗവൺമെന്റ് 1998 ഇത് തുടരണോ എന്ന് ആലോചിക്കുന്നത്. 2-3 വർഷം കൊണ്ട് അതിനുവേണ്ടി എടുത്തിരുന്ന കടമെല്ലാം അടച്ചു തീർത്ത് വാജ്പേയി ഗവൺമെന്റ് 2002 തീരുമാനം എടുക്കുന്നു, ഇതിനെ വിപണിക്ക് വിടുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിടുക. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം നിർത്തലാക്കിക്കൊണ്ട് ഇനി ബജറ്റ് വഴി ഇതിനെ സബ്സിഡൈസ് ചെയ്യുന്ന, അതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ബജറ്റ് വഴി സബ്സിഡൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ സബ്സിഡി നൽകിയിരുന്നത് ഡീസലിനായിരുന്നു. അപ്പം ഡീസലിന് കൂടുതൽ സബ്സിഡി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡീസൽ സബ്സിഡി കിട്ടും എന്നുള്ളത് കൊണ്ട് വലിയ തരത്തിലുള്ള വില കൂടിയ കാറുകൾ പോലും ഡീസൽ കാറുകളായിട്ട് ആ ഡീസലിന്റെ സബ്സിഡി അടിച്ചു മാറ്റാനായിട്ട് വലിയ തരത്തിൽ നിർമ്മാണം തന്നെ, പെട്രോളിയം കാറുകളുടെ നിർമ്മാണം തന്നെ കുറച്ചുകൊണ്ട് ഡീസൽ കാറുകളുടെയും ഡീസൽ വെഹിക്കിൾസിന്റെയും നിർമ്മാണത്തിലേക്ക് ചുവടുമാറുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി.
അപ്പം ശരിക്കും പറഞ്ഞാൽ പാവങ്ങളല്ല ഈ സബ്സിഡിയുടെ ഗുണഭോക്താക്കൾ, പണക്കാരാണ് എന്ന് വന്ന് അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു വാജ്പേയിയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ വാജ്പേയി ഗവൺമെന്റിനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്. എന്തായാലും 2002 പാർലമെന്റിലെ നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം നിർത്തലാക്കുകയും ഇതുപോലെ ഇത് വിപണിക്ക് വിടുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം വിപണിക്ക് വിടുന്നു എന്ന് തീരുമാനിക്കുകയും എന്ന് വെച്ചാൽ, അപ്പൊ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിരുന്നു, എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നുവോ അപ്പോഴൊക്കെ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് വില കുറച്ചു കിട്ടും. അതുപോലെ എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ഇന്ത്യക്കകത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. ഈ ഒരു കണ്ടീഷനാണ് BJP ഗവൺമെന്റ്, അതായത് വാജ്പേയി ഗവൺമെന്റ് കൊണ്ടുവന്ന ആ കണ്ടീഷനാണ് ഇപ്പോൾ BJP ഗവൺമെന്റ് നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര വില ഇപ്പൊ 20% കുറഞ്ഞിരിക്കുന്നത്. 77 കഴിഞ്ഞ മാസമൊക്കെ 77 രൂപ ഡോളറിൽ ഇരുന്ന ആ ക്രൂഡിന്റെ വിലയാണ് ഇപ്പം 63 അതായത് 20% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ആ 20% വീഴ്ച വന്നപ്പോഴാണ് ഇവിടെ പാചക ഗ്യാസിന്, അതായത് ഗാർഹിക പാചക ഗ്യാസിന് 50 രൂപ വർദ്ധിച്ചു. സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നവർക്കും ആ 50 രൂപ വർധനവുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എന്താണ് അതിനൊരു കാരണം പറയുന്നത്? അതിന് പറയുന്ന കാരണം ഈ പെട്രോളിയം ഓയിൽ കമ്പനികൾ നഷ്ടത്തിലാണ്. അപ്പൊ അവരുടെ നഷ്ടം നികത്തുക എന്നതാണ് ഈ 2 രൂപ എന്താ പറയുക എക്സൈസ് തീരുവ ചുമത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികളിൽ അതിന്റെ മഹാഭൂരിപക്ഷവും മേജർ ഷെയറും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ. അതായത് നമ്പർ ഓഫ് കമ്പനീസും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ, ഭാരത് പെട്രോ കെമിക്കൽസ് പോലെ അങ്ങനെ അങ്ങ് പോകുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതേ സമയത്ത് അംബാനിയുടെ കയ്യിൽ ഒരു കമ്പനിയുണ്ട്. ബാക്കിയുള്ളത് ഒഴിച്ചാൽ മേജർ ആയിട്ടുള്ള കമ്പനികൾ മുഴുവൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. പക്ഷേ 1996 മുതൽ തുടങ്ങിയ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി വഴിയായിട്ട് ഈ കമ്പനികളുടെയൊക്കെ കുറെ ഷെയറുകൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും 51%-ലധികം ഷെയറുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആർക്കാണ് ഈ നിയന്ത്രണാധികാരം? ഈ പെട്രോളിയം കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാനാണ്, അവയുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന എന്തിനാണ്? അതായത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം റെഗുലേറ്ററി ബോർഡിന്റെ നയ ഡോക്യുമെന്റിൽ 8ാം ചാപ്റ്റർ 43ാം അനുച്ഛേദം എടുത്തു നോക്കുക. അത് പറയുന്നുണ്ട്, ഇപ്പോഴും പെട്രോളിയം പ്രൈസസ് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ നിക്ഷിപ്തമാണ്. കാരണം 51%-ലധികം ഓഹരികൾ ഇപ്പോഴും ഇരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും വിപണിയിൽ ഇടപെടാം, വില വർദ്ധിപ്പിക്കുകയോ വർദ്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. അതിന്റെ തെളിവ് തന്നെയാണല്ലോ ഇലക്ഷൻ വരുന്ന സമയത്ത് വില കുറച്ചു കൊണ്ടുവരും ജനങ്ങളെ പ്രീണിപ്പിക്കാൻ. അതേ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകും. അതാണല്ലോ ഇപ്പൊ 50 രൂപ ഒറ്റയടിക്ക് പാചക ഗ്യാസിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊക്കെ ജനങ്ങളെ പറ്റിച്ച് പക്ഷെ അവരെ ചേർത്ത് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൈക്കോളജിക്കലായിട്ട് അവരെ ചേർത്ത് നിർത്തുന്നു ഇലക്ഷൻ വരുമ്പോൾ. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോഴോ പുറത്തു പോ എന്നുള്ള മട്ടിൽ തട്ടി മാറ്റി കളയുന്നു. ഈ രീതിയാണ് ഡെമോക്രസിയുടെ ഡെമോക്രസിയുടെ പാരയായിട്ട്, മൂല്യച്യുതിയായിട്ട് നാം കാണേണ്ടത്. ഇങ്ങനെയല്ല ഡെമോക്രസിയിൽ വരേണ്ടത്, ഇങ്ങനെയല്ല ജനസേവനം നടത്തേണ്ടത്. ജനക്ഷേമം എന്ന് പറയുന്നത് ഈ തരത്തിലല്ല. ഇപ്പൊ നമുക്ക് എന്തെല്ലാം കണക്കുകൾ പുറത്തു വരുന്നുണ്ടെന്നറിയാമോ? ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന കാര്യം, ഇന്ത്യയിൽ അസമത്വം വർദ്ധിച്ചു എന്ന കാര്യം, അതുപോലെ തന്നെ പോഷക ദാരിദ്ര്യമുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന കാര്യം, അങ്ങനെ ഒരുപാട് കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ആ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ നമുക്കിത് ഒരു കാരണവശാലും പാചകവാതക വില വർദ്ധിപ്പിക്കരുതായിരുന്നു. ഈ 500 രൂപ കൊടുത്തിരുന്ന ഉജ്ജ്വൽ പ്രോഗ്രാമിൽ, PM ഉജ്ജ്വൽ പ്രോഗ്രാമിൽ പെട്ടവർക്ക് 550 കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ചതിവാണ്. കാരണം അവർ തീരെ പാവപ്പെട്ട
ആൾക്കാരാണ്, 2000 രൂപയ്ക്ക് വേണ്ടി വോട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അത്തരക്കാരെ പറ്റി നാം ഓർക്കുക. അവർക്ക് ഈ 500 രൂപ കൊടുത്തും ഗ്യാസ് വാങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ധാരാളം സ്റ്റോറീസ് അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ 500 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമെങ്കിലും അവരുടെ ഗ്യാസ് കണക്ഷൻസ് ഒക്കെ വേറെ ഏതെങ്കിലും കച്ചവടക്കാർക്കോ അങ്ങനെ ആർക്കെങ്കിലും അവര് കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണയപ്പെടുത്തി പോയേക്കുക. അവർക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും. ആ തരത്തിലൊക്കെ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിവില്ലാത്തത് കൊണ്ട്, അതായത് 500 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അത്തരക്കാർക്കാണ് 550 കൊടുത്തെടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ അവരെങ്ങനെ അത് ഉപയോഗിക്കും? അപ്പോൾ ഈ ഉജ്ജ്വൽ പ്രോഗ്രാമിന്റെ പ്രയോക്താക്കൾ ആരായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക. ഏതായാലും ഗവൺമെന്റ് ഈ പാചകവാതക വില വർദ്ധിപ്പിച്ചത് കടുങ്കൈയായി പോയി. ഇന്ത്യയിലെ ബഹന്മാരോട് ചേർത്ത് പിടിക്കുന്നു ബഹന്മാരെ എന്ന് മൻ കി ബാത്തിലൂടെ പറയുന്ന ഈ ബഹന്മാരെ ഒക്കെ ഇത്ര ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നതിന് ഇക്വലന്റ് ആണ് ഈ 50 രൂപ വർധനവ്. അതും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.